എടുത്തിയേ ഞാൻ എങ്കിൽ പൊക്കോട്ടെ. എത്രയാ കുഞ്ഞുമോനെ? ഞാൻ ഇപ്പൊ എന്നാ കൂലി പറയാനായി എടുത്തി. കാപ്പിക്കുരുവായിട്ടും മഞ്ഞളായിട്ടും ഇഞ്ചിയായിട്ടും എന്നൊക്കെ സാധനങ്ങൾ ഇവിടുന്ന് തന്നുവിടുന്നേ. 10 തെങ്ങ് കയറിയിട്ടുണ്ട്. എന്നേലും താ. ഹാ, കൂലി പറയടാ. സത്യം പറഞ്ഞ ചേടത്തിയുടെ പറമ്പും മത്തായച്ചൻ്റെ പറമ്പും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മത്തായച്ചൻ്റെ അവിടെ പണിയില്ലാത്തപ്പോൾ ഇവിടെ വരും, ഇവിടെ പണിയില്ലാത്തപ്പോൾ അവിടെ പോകും. നിങ്ങളോടൊന്നും അങ്ങനെ നമുക്ക് കൂലി പറഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ല. എന്നേലും താ. എന്നാ വേല ചെയ്ത കാശ് ആരോടാണേലും പറഞ്ഞു മേടിക്കണം. അയ്യോ, ബാലൻസ് തരാൻ എൻ്റെ ഒന്നും ഇല്ലല്ലോ. ആ, അത് നീ അവക്ക് കൊടുത്തേരെ. സംഘത്തിൽ വന്നപ്പോൾ അവൾ എന്നോട് ഒരു 200 രൂപ ചോദിച്ചായിരുന്നു. ആ ഞാൻ കൊടുത്തേക്കാം. അവൾക്ക് എന്നാ ഉണ്ട് വിശേഷം? അവൾക്ക് പനിയായിരുത്തി. പനിച്ച് കിടക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വന്നത്. ചെന്നിട്ട് കുറെ തുണി കഴുകാനുണ്ട്. കുറച്ച് പുളി കുത്താനിരിപ്പുണ്ട്. പുളി കുത്താനോ? ഞാൻ അവളോട് പറയാം, പനിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞ് വരാൻ പറയാം കേട്ടോ. എടുത്തി ഞാൻ ഇവിടെ പണിക്ക് വരുന്നത് നമ്മളങ്ങനെ ഒരു കൂലി മേടിക്കാനായിട്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ അപ്പനുള്ള കാലത്തും ഈ പറമ്പിലെ പണിയും കാര്യങ്ങളും ഒക്കെ അപ്പനല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ നമ്മുടെ ദൈവം. പള്ളയെ കളഞ്ഞാലും അളന്ന് കളയണമെന്നൊരു കണക്കുണ്ട്. പഴം എടുത്തു.